ഹായ് കൂട്ടുകാരെ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവലിലെ തുടർച്ചയാണിത്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ട് ഇത് കേൾക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് ശ്രീനിയുടെ കയ്യിൽ രാഗിണിയുടെ കത്ത് കിട്ടുന്നത് വരെയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കാം. ഒരു ദിവസം ഒരു കത്ത് വന്നു. ഇടത്തോട്ട് ചരിച്ചെഴുതിയിട്ടുള്ള മേൽവിലാസം കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് വേഗം കൂട്ടി സ്പന്ദിച്ചു. അത് രാഗിണിയുടേതാണെന്ന് തുറക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നി. എൻ്റെ തോന്നൽ ശരിയായിരുന്നു. ആ കത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നീലക്കടലാസിലെഴുതിയ ഒരു കത്ത്. ശ്രീനി, ഈ ലോകം നന്മ നിറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസങ്ങൾ പളുങ്കുപാത്രങ്ങളാണ്. ശക്തിയായി കുലുക്കിയാൽ മുട്ടിയാൽ പൊട്ടിപ്പോകും. അങ്ങനെ നന്മയെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം തകർന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് നാം കണ്ടത്. എല്ലാം ഇരുണ്ടതാണെന്ന് ഞാൻ കരുതിയിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം കണ്ടത്. ഞാൻ ശ്രീനിയെ കണ്ടത്. ഈ വെളിച്ചം വളരുമോ? എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വളരും. അന്ന് ചെയ്ത സഹായത്തിന് 1000 നന്ദികൾ. രാഗിണി. മേൽവിലാസമില്ല. ഞാൻ മറുപടി നൽകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ലേ? തപാൽ മുദ്ര നോക്കി വായിക്കാൻ വയ്യ. കറുത്ത മഷി സർവത്ര പടർന്നൊലിച്ചുണങ്ങിയിരിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ ആ കത്ത് വായിച്ചു. ഞാൻ അവളുടെ വെളിച്ചമാണെന്നോ? അങ്ങനെയൊക്കെ പറയുന്നത് പ്രേമത്തിൻ്റെ ഭാഷയല്ലേ? എന്നെ കിട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിന്? എൻ്റെ മുഖം കരിഞ്ഞതല്ലേ? എന്നിട്ടും അവളുടെ ഭാഗ്യത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇനി തമ്മിൽ കാണുമോ? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ കത്ത് വന്നതോടുകൂടി രാഗിണിയെ കാണാനുള്ള ആഗ്രഹം ഉത്കടമായി. അവളെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഓരോ അണുവിലും നിറഞ്ഞു നിന്നു. ടൗൺ ഹാളിനടുത്ത് അരണ്ട വെളിച്ചത്തിൽ അവളെ കണ്ടതു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ അവളെ കൊണ്ടാക്കിയതുവരെയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടന്ന സംഭാഷണം ഞാൻ ഓർമ്മിച്ചു. അവളുടെ ഓരോ വാക്കും മുത്തുകളാണെന്ന് തോന്നി. വിലമതിക്കാൻ സാധിക്കാത്ത മുത്തുകൾ. അവളെക്കുറിച്ചുള്ള ഓർമ്മ സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങൾ പോലെ വളർന്നു. ടൗൺ ഹാളിനടുത്തുള്ള വളവ് തിരിയുമ്പോൾ എന്നും ഞാൻ നിൽക്കും, ചുറ്റും നോക്കും. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. രാഗിണി അവിടെ എങ്ങാനും നിൽക്കുന്നുണ്ടോ? എക്സിബിഷൻ സ്റ്റോളിലെ ഒരുക്കങ്ങൾ പരിശോധിച്ച ശേഷം വൈകി മടങ്ങിയ ഒരു രാത്രിയിൽ ഞാൻ വീണ്ടും രാഗിണിയെ കണ്ടു. കോളേജ് വളപ്പിലെ മാഞ്ചുവട്ടിൽ അവൾ നിന്നിരുന്നു. ഞാൻ ആനന്ദഭരിതനായി. എങ്ങനെ വന്നു? നടന്നു തന്നെ. അവൾ ചിരിച്ചു. അമ്മൂമ്മ എവിടെ? അമ്മൂമ്മയുടെ കണ്ണിൽ പൊടിയിട്ട ശേഷം വന്നതാണ്. വളരെ നേരമായോ? 1 മണിക്കൂറായി. തനിച്ച് നിൽക്കാൻ ഭയം തോന്നിയില്ലേ? ഇതേ വളപ്പിൽ ശ്രീനി ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ ഭയപ്പെടാൻ എന്തിനാണ്? എന്താണ് ഇങ്ങനെ കാത്തു നിന്നത്? സ്റ്റാളിലെ ജോലി മുടക്കരുതെന്ന് തോന്നി. എന്തൊക്കെയാണ് രാഗിണി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എഴുത്ത് കിട്ടി, ഞാൻ പറഞ്ഞു. മറുപടി കിട്ടിയില്ല. മേൽവിലാസം തന്നിട്ട് വേണ്ടേ? അയ്യോ, ഞാൻ മേൽവിലാസം എഴുതാൻ മറന്നു. സാരമില്ല, ഇപ്പോൾ കണ്ടല്ലോ. നമുക്ക് എങ്ങോട്ടെങ്കിലും നടക്കാം. ചുറ്റിത്തിരിയാനോ? എൻ്റെ വീട്ടിലേക്ക് പോകാം. വളരെ വൈകുമല്ലോ മടങ്ങാൻ. 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. 9-നകം മടങ്ങിയാൽ പോരെ? മതി. പക്ഷേ ഇന്ന് ഞാൻ ബസ്സിലേ മടങ്ങും. അന്ന് ഞാൻ ടാക്സി പിടിച്ച കുറ്റത്തിന് ഇനിയും മാപ്പ് തരാറായില്ലേ? ഒന്നും പറയാതെ അവൾ കിലുങ്ങി ചിരിച്ചു. ഞങ്ങൾ നടന്നു തുടങ്ങി. അവളുടെ ഓരോ ചലനവും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അമ്പലപ്പുഴ പായസത്തിൻ്റെ ഓർമ്മ വന്നു. മധുരമുള്ളതാണ്. ചിലപ്പോൾ മധുരമേറിയെന്നും തോന്നും. നടക്കുമ്പോൾ അവളുടെ നിതംബവും മാരടവും താളം തെറ്റാതെ ചലിച്ചു. സൗന്ദര്യം ഏറിപ്പോയെന്ന് തോന്നി. ഇടവഴിയിലെത്തിയപ്പോൾ ഞാൻ അനന്തനെക്കുറിച്ച് ഓർത്തു. വഴിയിലിറങ്ങി നിൽക്കുകയാണോ? ആണെങ്കിലും സാരമില്ല, എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം. ഭാഗ്യം, ഇടവഴിയിൽ ആരെയും കണ്ടില്ല. ഞങ്ങൾ എൻ്റെ ഗേറ്റ് തുറന്നു. വല്ലാതെ കാട് പിടിച്ച് കിടക്കുന്നു. വളർന്നു നിൽക്കുന്ന പുല്ലിൽ നോക്കി അവൾ വിമർശിച്ചു. ഇതൊക്കെ വൃത്തിയാക്കി വെക്കാൻ ആർക്കാണ് സമയം? ഞങ്ങൾ അകത്ത് കടന്നു. എൻ്റെ വീട്ടിൽ അല്പം വലിപ്പമുള്ള മുറി കിടക്കറയാണ്. അവിടെ രാഗിണിയെ കൊണ്ടുപോകുന്നത് എങ്ങനെ? അതുകൊണ്ട് ഓഫീസ് മുറിയിലാണ് ഞാൻ അവളൊന്നിച്ച് കയറിയത്. ജനലിനരികിലുള്ള റോസാ പടർപ്പിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, തനിച്ചാണോ താമസം? അതെ. എങ്ങനെ തനിച്ചിവിടെ കഴിയുന്നു? എനിക്ക് ജോലിയില്ലേ? അത് വൈകിട്ട് തീരുമല്ലോ. എക്സിബിഷൻ്റെ തിരക്കുണ്ട്. അത് ഈയിടെ വന്നതല്ലേ. വൈകുന്നേരം സമയം ചെലവാക്കാൻ ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അവൾ എൻ്റെ നേർക്ക് തിരിഞ്ഞു. ഞാൻ രസകരമായ ഒരു ഗവേഷണം നടത്തുന്നുണ്ട്. മന്ത്രവാദത്തെപ്പറ്റിയും യക്ഷികളെ പറ്റിയും ഞാൻ പഠിക്കുകയാണ്. ഒഴിവു സമയമെല്ലാം അതിനും ചിലവാകും. അവൾ പൊട്ടിച്ചിരിച്ചു. 1000 കുപ്പിവിളകൾ പൊട്ടുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. യക്ഷികളെ പറ്റി പഠിക്കുന്നു? ഇതെന്തൊരു കൂത്താണ്? അവൾ ചോദിച്ചു. എന്താ, യക്ഷികളെ പറ്റി പഠിച്ചുകൂടെ? ഞാൻ ഒരു വാദപ്രതിവാദത്തിന് തയ്യാറെടുത്തു. ഒരു യക്ഷിയെ കണ്ടാൽ തിരിച്ചറിയാമോ? ഓഹോ, കാലുകൾ തറയിൽ തൊടുകയില്ല. മുതുക് പൊള്ളയായിരിക്കും. കണ്ടാൽ അതിസുന്ദരിയായിരിക്കും, രാഗിണിയെപ്പോലെ. പക്ഷേ ഇടയ്ക്കിടെ ചോര കുടിക്കും. അപ്പോൾ രൂപം മാറും. രാഗിണി കുലുങ്ങി ചിരിച്ചു. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? ഇങ്ങനെയാണ് യക്ഷികളെ പറ്റി പുസ്തകങ്ങൾ പറയുന്നത്. ഒഴിവു സമയം ചെലവാക്കാൻ വേറെ എത്രയോ നല്ല വഴികളുണ്ട്. രാഗിണി വീണ്ടും റോസാ പടർപ്പ് നോക്കി നിന്നു. ഒരു വഴി പറഞ്ഞു തരൂ. കല്യാണം കഴിച്ചാൽ മതി.
ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ഞാനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു. രാഗിണിയുടെ നോട്ടം മുറിയിലും വരാന്തയിലും ഓടി നടന്നു. വീട് കണ്ടാലറിയാം എത്ര വൃത്തികേടായി കിടക്കുന്നു. ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ. അവൾ അങ്ങനെ അർത്ഥോക്തിയിൽ നിർത്തിയപ്പോൾ എനിക്ക് വിഷാദം തോന്നി. എൻ്റെ ഉത്സാഹം നശിച്ചു. എന്നോട് അനുകമ്പയുള്ളവളാണ്, എന്നെ ഒരു വെളിച്ചത്തോട് ഉപമിച്ചവളാണ്. എങ്കിലും സംഭാഷണം ഇങ്ങനെ തിരിയേണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഭാര്യയാവാൻ സമ്മതിക്കുമോ? രാഗിണി എൻ്റെ അരികിൽ വന്നു. എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ അരുതാത്ത എന്തെങ്കിലും പറഞ്ഞോ? എന്താണ് മുഖം വാടിയത്? എൻ്റെ തോളിൽ അവൾ കൈവച്ചപ്പോൾ ഞാൻ കോരിത്തരിച്ചുപോയി. രാഗിണിയെ നൂറ്റാണ്ടുകളായി എനിക്കറിയാമെന്നും തോന്നി. രാഗിണി, വേദനയോടെ ഞാൻ വിളിച്ചു. അവളുടെ നെഞ്ചിൽ തലചായ്ച്ച് കരയണമെന്ന് തോന്നി. അവൾ എൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു. പിന്നീട് എൻ്റെ താടിയിൽ കൈ ചേർത്തു. മുഖം പിടിച്ചുയർത്തി. ഞാൻ വേദനിപ്പിച്ചുവോ? അവൾ ചോദിച്ചു. എൻ്റെ തൊണ്ടയിൽ ഒരു ഗദ്ഗതം തങ്ങി നിന്നു. ഇങ്ങനെ ആരും എന്നോട് അനുകമ്പയോടെ സംസാരിച്ചിട്ടില്ല. എൻ്റെ വേദനകൾ മുഴുവനും അവളെ അറിയിക്കണമെന്ന് തോന്നി. അവളാണ് വെളിച്ചം. ഇരുട്ട് എൻ്റെ ജീവിതത്തിലാണ്. വിധി എന്നെ ഒരു നാൽക്കവലയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഒരു വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് പറയുന്നു, നടക്കൂ. ഞാൻ നടന്നു. അതാണ് സംഭവിച്ചത്. എൻ്റെ പഴയ മുഖത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആ മുഖം ലക്ഷണമൊത്തതായിരുന്നു. സുന്ദരമായിരുന്നു. നീണ്ടു നിവർന്ന മൂക്കും മാംസളമെങ്കിലും ചെത്തി ഒരുക്കിയ മട്ടിലുള്ള കവിളുകളും ഒരു വെല്ലുവിളി പോലെ മുന്നോട്ട് ചാടി നിൽക്കുന്ന താടിയും. ഇതിലപ്പുറം എന്ത് വേണം പുരുഷൻ്റെ സൗന്ദര്യം പൂർത്തിയാവാൻ? ആ മുഖമാണ് നശിച്ചത്. ആ നാശത്തിൻ്റെ കഥ പറഞ്ഞു തീർന്നപ്പോൾ രാഗിണി കരഞ്ഞു. അവൾ എൻ്റെ അരികിൽ തറയിലിരുന്നു. അവളുടെ മുഖം എൻ്റെ മുഖത്തിൻ്റെ തൊട്ടടുത്ത് വന്നു. അവളുടെ ചുണ്ടുകൾ വിറവുകൊണ്ടു. ഞങ്ങൾ ഒരു നീണ്ട ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പോൾ എനിക്കുണ്ടായ വികാരങ്ങൾ എങ്ങനെ കടലാസിൽ പകർത്താനാണ്? എൻ്റെ ആത്മവിശ്വാസം കരകവിഞ്ഞൊഴുകി. ഒരു സുന്ദരി എന്നെ ചുംബിച്ചു എന്നല്ല എനിക്ക് തോന്നിയത്. എൻ്റെ മുഖം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടിക്കെങ്കിലും എൻ്റെ വികൃതമായ മുഖം സ്വീകാര്യമായിരിക്കുന്നു. എനിക്ക് വീണ്ടും അത് തെളിയിക്കണമെന്ന് തോന്നി. എൻ്റെ മുഖം അവൾക്ക് സ്വീകാര്യമാണെന്ന്. ഞാൻ അവളെ തുടരെ ചുംബിച്ചു. ഓരോ ചുംബനവും അവൾ ആർത്തിയോടെ സ്വീകരിച്ചു. എന്നിട്ടും എനിക്ക് വിശ്വാസം വന്നില്ല. രാഗിണി, നാം ഒന്നിച്ചു തന്നെയാണോ? നാം ചുംബിക്കുകയാണോ? അതെ. എനിക്ക് വിശ്വാസം വരുന്നില്ല, ഞാൻ പറഞ്ഞു. രാഗിണി എന്നെ ഒന്ന് നുള്ളി. വേദനയുണ്ടോ? നുള്ളിയാൽ വേദനിക്കില്ലേ? അപ്പോൾ ഇത് സ്വപ്നമല്ല, സംഭവിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നി തിരിച്ചൊന്ന് നുള്ളണമെന്ന്. ഞാൻ അവളുടെ മാറിടത്തിൽ നുള്ളി. അയ്യോ! പുഞ്ചിരിയോട് അവൾ ഒന്ന് പിടച്ചു. ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഈ നക്ഷത്രം ഒരാഴ്ചയെങ്കിലും നിലനിൽക്കും. ഞാൻ ചിരിച്ചു. എനിക്ക് പോകാൻ നേരമായി. ഞാൻ വളരെ മോശപ്പെട്ട ഒരു ആതിഥേയനാണെന്ന് അപ്പോഴാണ് തോന്നിയത്. ഒരു കപ്പ് പച്ചവെള്ളം പോലും രാഗിണിക്ക് കൊടുത്തില്ല. എൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി. ക്ഷമിക്കൂ രാഗിണി, ഞാൻ അതിവിധം പറഞ്ഞിരുന്നു പോയി. ആഹാരത്തിൻ്റെ കാര്യം ഞാൻ മറന്നു. വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ ഒന്നുകൂടി ചുംബിച്ചു. ഞാൻ പുളകമണിഞ്ഞു നിന്നപ്പോൾ അവൾ പറഞ്ഞു, വിശപ്പ് തീർന്നു. ഞങ്ങൾ ഇറങ്ങി. മുറ്റത്ത് നിൽക്കുന്ന പാലമരത്തിൽ അവളുടെ ശ്രദ്ധ പതിഞ്ഞു. ഈ പാല പൂക്കാറുണ്ടോ? ഇന്നോളം പൂത്തിട്ടില്ല. ഇനി പൂക്കും. എങ്ങനെ അറിയാം? എനിക്ക് ജ്യോത്സ്യം അറിയാം. അവൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾ ഗേറ്റിലെത്തി. ഞാൻ ഇടവേളയിൽ എത്തി നോക്കി. അനന്തൻ വെളിയിലിറങ്ങി നിൽക്കുന്നില്ല. ഭാഗ്യം. എൽപ്പ് 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 എൽപ്പ്. ജൂഡിയുടെ കുര കേട്ടു. ജൂഡി, ഞാൻ വിളിച്ചു. ഏതാണ് ഈ പട്ടി? അടുത്തുള്ള വീട്ടിലുള്ളതാണ്. എൻ്റെ വലിയ ഫ്രണ്ടാണ്. അപ്പോൾ പ്രാണഭീതിയോടെ ജൂഡി നീട്ടി വിളിച്ചു. ഭയജനകമാം വിധം. ജൂഡി, ജൂഡി. ഞാൻ വീണ്ടും വിളിച്ചു. അനന്തൻ്റെ വീട്ടിൽ അനക്കം കേട്ടു. പട്ടിയുടെ നിലവിളി കേട്ട് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരുമോ? ഞാൻ വേഗം നടന്നു. രാഗിണി ഒന്നിച്ച്. അനന്തനോ കല്യാണി അമ്മയോ എന്നെ കണ്ടുകൂടാ. ഞങ്ങൾ പ്രധാന റോഡിലെത്തി. ഞാനൊരു ടാക്സി വിളിക്കട്ടെ? കണ്ടോ, കരാർ ലംഘിക്കാൻ തുടങ്ങുന്നു. വേണ്ട, ബസ് മതി. അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ നടന്നു. ഇനി എന്ന് കാണും? ഞാൻ ചോദിച്ചു. ഇനിയും കാണാം. എന്ന്? എവിടെ വെച്ച്? എന്നൊന്നും അവൾ പറഞ്ഞില്ല. ഈ ദിവസം ഞാൻ മറക്കുകയില്ല രാഗിണി. ഞാനും മറക്കുകയില്ല. എനിക്ക് എൻ്റെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയിരിക്കുന്നു. എൻ്റെ മുഖം ഒരു പെൺകുട്ടിയും സ്വീകരിക്കുകയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ശ്രീനി എൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ബസ് വന്നു. രാഗിണി എൻ്റെ കൈ പിടിച്ചമർത്തി. കാത്തിരിക്കൂ, ഞാൻ വരാം. യാത്ര പറയാറായില്ല. ഞാനും കൂടെ വരാം. വേണ്ട ശ്രീനി. അവൾ ബസ്സിൽ കയറി. അമ്മുമ്മ എന്നെ കാണരുതെന്നാവും അവൾ കരുതിയത്. എവിടെയാണ് അമ്മുമ്മ? അവരുടെ കണ്ണിൽ പൊടിയിട്ട് വന്നുവെന്നല്ലേ പറഞ്ഞത്? ബസ് നീങ്ങി. വളരെ നേരം ഞാൻ റോഡിൽ തന്നെ നിന്നു. എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന മോഹിനി വീണ്ടും മടങ്ങുന്നു. അത്ഭുതം പ്രവർത്തിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ ആത്മവിശ്വാസം തിരിച്ചു തന്ന ശേഷം ഞാൻ അവളുടെ വെളിച്ചമാണെന്നാണ് പറഞ്ഞത്. ഇനിയും അവളെ കാണുമോ? കണ്ടില്ലെങ്കിലും അവളുടെ ചുംബനങ്ങൾ എൻ്റെ വേദനകൾ ഇറക്കി വയ്ക്കാനുള്ള അത്താണികളായിരിക്കും. വിജയലക്ഷ്മി എന്നെ കൈവെടിഞ്ഞത് എത്രയോ നിസ്സാരമായ കാര്യമാണെന്ന് തോന്നി. മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല രാഗിണി ചെയ്തത്. എൻ്റെ കരിഞ്ഞ മുഖത്ത് അവൾ ഉമ്മ വച്ചിരിക്കുന്നു. ഞാൻ വീട്ടിലെത്തി. കിടക്കറയിൽ കിടന്നു. ഭിത്തിയിൽ തൂങ്ങുന്ന ടെറി ഹിഗിൻസിനെ
ഞാൻ നോക്കി. ടെറിയുടെ സൗഹൃദം എനിക്കിനി വേണ്ട. കടലാസ് പ്രേമവും കടലാസ് സ്വപ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഞാൻ ആ പടം തിരിച്ചു വച്ചു. ടെറിയുടെ കടലാസ് സ്മാരകം പരുക്കൻ ഭിത്തിയോടൊട്ടിക്കിടക്കട്ടെ. ലഹരിയേറ്റ ചിന്തകളോടെ ഞാൻ കണ്ണടച്ചു. അന്നു രാത്രി ഞാൻ ആ വെളുത്ത കോണിപ്പടി കണ്ടു. വെണ്ണ പോലെ വെളുത്ത് ആകാശത്തിൻ്റെ ഉച്ചിയിലേക്ക് കയറിപ്പോകുന്ന കോണിപ്പടി. ഞാൻ കോണിപ്പടി ഓടിക്കയറുന്നു. ഓരോ പടിയിലും താലമേന്തിയ സുന്ദരിമാർ നിൽക്കുന്നു. ഏറ്റവും മുകളിലുള്ള പടിയിൽ മൃദുലമായ മെത്തയിൽ ഒരു മോഹിനി കിടക്കുന്നു. അവൾ നഗ്നയാണ്. ഞാൻ സൂക്ഷിച്ചു നോക്കി. രാഗിണി. പെട്ടെന്ന് എൻ്റെ ബാലൻസ് തെറ്റി. ഞാൻ വീഴാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് വീഴുന്നത്. നഗ്നയായ രാഗിണി എഴുന്നേറ്റ് നിൽക്കുന്നു. കണ്ണുനീർ വാർക്കുന്നു. നേരം വെളുത്തപ്പോൾ എങ്ങു നിന്നോ മാദകമായ മണം പരക്കുന്നതായി തോന്നി. ഞാൻ എഴുന്നേറ്റു. ജനലിന് വെളിയിൽ എത്തി നോക്കി. പാല പൂത്തിരിക്കുന്നു. എന്തൊരത്ഭുതം! രാഗിണിയുടെ ജ്യോത്സ്യം ഫലിച്ചിരിക്കുന്നു. അന്നോളം പൂക്കാത്ത പാല അന്ന് രാത്രി പൂത്തതെങ്ങനെ? ഒരു പക്ഷേ മുട്ടുകൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ ഗവനിക്കാത്തതാവണം. അന്ന് ഞാൻ കോളേജിൽ പോയില്ല. എങ്ങും പോകാൻ തോന്നിയില്ല. രാഗിണിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ കിടക്കയിൽ നിവർന്നു കിടന്നു. ഞാൻ അവളുടെ വെളിച്ചമാണത്രേ. അവളാണ് വെളിച്ചം. എൻ്റെ ഇരുണ്ട പാതയിൽ സ്നേഹത്തിൻ്റെ കൈത്തിരി അവൾ കത്തിച്ചു പിടിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി പുഷ്പങ്ങൾ വിടരും, സുഗന്ധം പരക്കും. പാല പൂത്ത പോലെ ഉരുകി ഒലിച്ച മെഴുകുതിരി പോലുള്ള എൻ്റെ കവിൾത്തടം ഞാൻ തലോടി. രാഗിണി ഉമ്മ വെച്ച എൻ്റെ മുഖം. കോളേജിൻ്റെ ശതാബ്ദി ആഘോഷപൂർവ്വം നടന്നു. എൻ്റെ സ്റ്റേൾ ഒന്നാം കിടയിലാണെന്ന് എല്ലാവരും പറഞ്ഞു. ആഘോഷത്തിൻ്റെ തിരക്കിലും രാഗിണിയെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഓരോ അണുവിലും നിറഞ്ഞു നിന്നു. ഇനിയും അവൾ വരുമോ? എൻ്റെ വീട്ടിൽ അവൾ വന്നിട്ട് എത്ര നാളായി? ഞാൻ കലണ്ടർ നോക്കി. 18 ദിവസങ്ങൾ. അവൾ വന്ന ദിവസം ഞാൻ കലണ്ടറിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തീയതിക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിരിക്കുന്നു ചുവന്ന പെൻസിൽ ഉപയോഗിച്ച്. 18 ദിവസങ്ങൾ. ഞാൻ ഒരു പുതിയ മനുഷ്യനായി മാറിയ 18 ദിവസങ്ങൾ. എൻ്റെ മുഖത്തിൻ്റെ ഭീകരതയെപ്പറ്റി ചിന്തിച്ച് ദുഃഖിക്കാൻ മുതിരാത്ത 18 ദിവസങ്ങൾ. ഒരു പെൺകുട്ടിക്കെങ്കിലും ഞാൻ സ്വീകാര്യനാണ്. വെറും പെൺകുട്ടിയല്ല, ഒരു വിശ്വമോഹിനി. എൻ്റെ കരിഞ്ഞു തകർന്ന മുഖമാണ് അവൾ പിടിച്ചുയർത്തിയത്, ഉമ്മ വെച്ചത്. കലണ്ടറിൽ നോക്കി നിൽക്കുമ്പോൾ ജൂഡി വന്നു. അവളെ ഞാൻ വാരിയെടുത്തു. അവളുടെ വെള്ള രോമങ്ങൾക്കിടയിലൂടെ വിരലോടിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ രാഗിണിയുടെ തലമുടി കഴുകുകയാണെന്ന്. 18 ദിവസങ്ങൾ ദീർഘമായ കാലമല്ല. അത്രയും കാലം ഒരു മധുര സ്മരണ വ്യക്തത നശിക്കാതെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ദിവസം ചെല്ലുന്തോറും ആ സ്മരണയുടെ ആത്മാവ് തണുക്കും. അതിൻ്റെ ഉടൽ മങ്ങും. ബാഹ്യരേഖകൾക്ക് തേയ്മാനം പറ്റും. പിന്നെ എന്തു ചെയ്യാനാണ്? ഏതു നിമിഷത്തിലും വാടിക്കരിയാനിടയുള്ള ഒരു ചെടിയെപ്പോലെ അതിനെ കാത്തു രക്ഷിക്കാൻ ശ്രമിക്കാം. ഹൃദയത്തിൻ്റെ ഹോട്ട് ഹൗസിൽ അതിനെ പ്രതിഷ്ഠിക്കാം. പിന്നെയും കാലം ചെല്ലും. അത് കരിയും. അതിന് ജീവൻ നീട്ടിക്കൊടുക്കാൻ ഒന്നേ വഴിയുള്ളൂ. അത് നശിക്കുകയില്ലെന്ന് വിശ്വസിക്കുക. ആ സ്മരണ പുതുക്കപ്പെടുമെന്ന് ഉത്കടമായി വിശ്വസിക്കുക. എൻ്റെ മധുരസ്മരണയുടെ പാലിൽ കാലം വെള്ളം ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. രാഗിണി ഇനിയും വരും. ആ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലായിരുന്നു. ചുംബിച്ചിട്ടുണ്ട്. വെളിച്ചത്തെപ്പറ്റിയും മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ശാശ്വതമായ പ്രേമത്തിന് ഇത്ര ദുർബലമായ ഒരു അടിത്തറ മതിയോ? എങ്കിലും അവൾ വീണ്ടും വരുമെന്ന് വിശ്വസിക്കാതെ വയ്യ. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വികൃതമായ മുഖത്തിലേക്ക് മടങ്ങേണ്ടി വരും. നീലക്കടലാസിൽ അവൾ എഴുതിയ കത്ത് എന്നും ഞാൻ വായിച്ചു പോന്നു. മേൽവിലാസം ചോദിച്ചറിയേണ്ടതായിരുന്നു. അവൾ എൻ്റെ മറുപടി ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ കത്തിൽ മേൽവിലാസം കുറിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ മറന്നെന്ന് പറഞ്ഞാൽ വെറുതെയാവും. അമ്മുമ്മയെ അവൾക്ക് ഭയമായിരിക്കും. ഞാൻ കത്തുകൾ എഴുതരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരിക്കും. 1.5 മാസത്തിന് ശേഷമാണ് ഞാൻ രാഗിണിയെ വീണ്ടും കണ്ടത്. തികച്ചും യാദൃശ്ചികമായി തന്നെ. വളരെ കാലത്തിന് ശേഷം അന്ന് ഞാൻ ഒരു സിനിമ കാണാൻ പോയി. വിനോദം തേടിപ്പോയതല്ല, വെറും കൗതുകം കൊണ്ട് പോയതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കവിയുണ്ട്. അയാൾ ചലച്ചിത്രങ്ങൾക്ക് ഗാനം എഴുതുന്നു. അയാൾ എഴുതുന്നത് എന്തും ജനഹൃദയങ്ങളെ വശീകരിക്കുന്നു. പക്ഷേ അയാൾ ഒരു സാഹസം കാണിച്ചു കളഞ്ഞു. ഈ ചിത്രത്തിൽ അയാൾ ഗാനങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ഗായകൻ്റെ ഭാഗമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത് വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ അയാൾ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. പ്രസംഗവേദിയിൽ അയാളെ കണ്ടിട്ടുണ്ട്. തിരശ്ശീലയിൽ അയാൾ എങ്ങനെയായിരിക്കും? അതറിയാൻ കൗതുകം തോന്നി. അതുകൊണ്ടാണ് പോയത്. വൈകി ചെന്നു. പടം തുടങ്ങി 3/4 മണിക്കൂർ കഴിഞ്ഞാണ് കവി പ്രത്യക്ഷപ്പെടുന്നതെന്ന് കേട്ടിരുന്നു. സാമാന്യം തിരക്കുണ്ടായിരുന്നു തിയേറ്ററിൽ. ഞാൻ ബാൽക്കണി ടിക്കറ്റാണ് എടുത്തത്. മുമ്പിലുള്ള അഴികളിൽ കാല് കയറ്റി വച്ചിരുന്നതിനാൽ സുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻവരിയിലേക്ക് നടന്നു. അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഇരിക്കുമ്പോൾ ഇടതുവശത്തെ സീറ്റിലിരുന്ന ഒരു യുവതിയുടെ കൈത്തണ്ടയിൽ എൻ്റെ കൈമുട്ടിടിച്ചു. സോറി, ഞാൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. ഇരുട്ടിൽ 1-2 തവണ ഞാൻ അവളെ ഒളിഞ്ഞു നോക്കി. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നി. ഒന്നും ചോദിച്ചില്ല. തുടർന്ന് നോക്കിയതുമില്ല. അത് മര്യാദകേടാവും. ഇൻ്റർവെൽ സമയത്ത് ലൈറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതസ്തബ്ധനായിപ്പോയി. അത് രാഗിണിയായിരുന്നു. എന്നെ നോക്കിക്കൊണ്ട് അവൾ മന്ത്രിച്ചു. അല്ല, ശ്രീനിയോ? എപ്പോൾ വന്നു? എൻ്റെ കൈമുട്ട് തട്ടിയില്ലേ? അപ്പോൾ വീണ്ടും ലൈറ്റ് അണഞ്ഞു. പരസ്യ ചിത്രങ്ങൾ മിന്നി മറഞ്ഞു തുടങ്ങി. സിനിമ മുഴുവനും കാണണോ? ഞാൻ ചോദിച്ചു. എന്താ?
മുഴുവനും കാണുന്നില്ലേ? സിനിമ എന്നും കാണാമല്ലോ. രാഗിണിയെ എന്നും കാണാനൊക്കുമോ? വരൂ, നമുക്ക് എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം. അന്ന് രാത്രി ഞാൻ പച്ചവെള്ളം പോലും തന്നില്ല. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പോവുകയാണോ? അതെ. ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നു. എങ്ങനെയാണ് രാഗിണി വീണ്ടും ഈ പട്ടണത്തിൽ വന്നത്? മാഞ്ചുവട്ടിൽ കാത്തുനിന്ന രാത്രിയിൽ അവൾ എങ്ങനെ വന്നു? ഈ പട്ടണത്തിലല്ലല്ലോ താമസം. അവളുടെ അമ്മുമ്മ എവിടെ? എൻ്റെ ചിന്തകൾ മനസ്സിലാക്കിയിട്ടെന്ന് വേണം രാഗിണി പറഞ്ഞു. അമ്മുമ്മ വീട്ടിലാണ്. സിനിമയൊന്നും കാണാൻ വരാറില്ല. എവിടെയാണ് വീട്? അതൊന്നും ഞാൻ പറഞ്ഞില്ല അല്ലേ? അവൾ പറഞ്ഞു തുടങ്ങി. അമ്മുമ്മയ്ക്ക് ഈ പട്ടണത്തിൽ ഒരു വീടുണ്ട്. ബീച്ചിനടുത്താണ്. പഴക്കം ചെന്ന ചെറിയ വീട്. വളരെ കാലം മുമ്പ് തുച്ഛമായ വാടകയ്ക്ക് ഒരാൾക്ക് വീട് നൽകി. അയാൾ മറ്റൊരാൾക്ക് കൂടുതൽ വാടകയ്ക്ക് വീട് സബ്ലൈറ്റ് ചെയ്തു. അമ്മുമ്മയ്ക്ക് ദേഷ്യമായി. വീട് ഒഴിഞ്ഞു കിട്ടാൻ കേസ് കൊടുത്തു. കുറേ കാലം കേസ് നടത്തി കഴിഞ്ഞപ്പോൾ വാടകക്കാരൻ രാജിക്ക് തയ്യാറായി. ഇപ്പോൾ വീട് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിലാണ് താമസം. കഴിഞ്ഞ 2 തവണ പട്ടണത്തിൽ വന്നത് കേസിൻ്റെ ആവശ്യത്തിനാണ്. അമ്മുമ്മയ്ക്ക് വക്കീലിനെ കാണണമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വന്നതാണെന്നല്ലേ? വാടകക്കാരനെയും വക്കീലിനെയും കണ്ടിട്ടാണ് അമ്മുമ്മ ക്ഷേത്രത്തിൽ പോയത്. കുറേ ദിവസങ്ങളായി വന്നിട്ട്. 3 ആഴ്ചയായി. എന്നെ അറിയിച്ചില്ലല്ലോ. ഇന്നിങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ രാഗിണിയെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയേനെ. രാഗിണി ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു കാരാഗൃഹമായിരിക്കും. എൻ്റെ കരിഞ്ഞ മുഖം ഒരു ജയിലാണ്. നേർത്ത തോല് പൊളിച്ച് വെളിയിൽ ചാടാൻ വെമ്പുന്ന എൻ്റെ ഇടത് കവിളിനോളം ഉയർന്ന ഒരു മതിൽ ഒരു ജയിലിനുമില്ല. എൻ്റെ മുഖം ഒരു ജയിലാണ്. എന്നെ ലോകത്തു നിന്നും അകറ്റി നിർത്തുന്ന ഒരു ജയിൽ. ഞാൻ പറഞ്ഞു. രാഗിണി എൻ്റെ മുഖത്ത് ഉറ്റുനോക്കി. ഞാൻ നിന്നു. എൻ്റെ വൈരൂപ്യം അവൾ കാണുന്നില്ലേ? മുഖത്തെപ്പറ്റി അങ്ങനെയൊന്നും പറയരുത്, അവൾ പറഞ്ഞു. ഓ, എൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറയാൻ പോവുകയാണോ? മനസ്സിന് സൗന്ദര്യമില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. ഞാൻ വീണ്ടും കാണാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് വീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വാസ്തവമോ? എൻ്റെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ മുത്തുകൾ വിളഞ്ഞു. എനിക്ക് ആ ഇടവഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വഴിതെറ്റി. നശിച്ച ഇടവഴി. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണമെന്ന് മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെയാണ് അതിങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്നത്. കോളേജിൽ എന്നെ തിരക്കാമായിരുന്നല്ലോ. രാഗിണി പൊട്ടിച്ചിരിച്ചു. തരക്കേടില്ല. എന്നിട്ട് വേണം ശ്രീനി സാറിൻ്റെ പ്രേമകഥ അങ്ങാടിപ്പാട്ടാവാൻ. കത്തയക്കാൻ പോലും മടി തോന്നി. എൻ്റെ ആനന്ദവും ആത്മവിശ്വാസവും കൂറ്റൻ തിരമാലകളെ പോലെ ഉയർന്നു. ശ്രീനി സാറിൻ്റെ പ്രേമകഥ. അപ്പോൾ രാഗിണി എന്നെ പ്രേമിക്കുന്നു. ഉത്സാഹപ്രകർഷം മറച്ചു പിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. റോഡിൽ അങ്ങിങ്ങായി ആളുകൾ നടന്നിരുന്നു. എന്നിട്ടും ഞാൻ രാഗിണിയെ മാറോടണച്ചു. വിട്, നടു റോഡിൽ വെച്ച് ഇങ്ങനെ. നടു റോഡാണെങ്കിൽ എന്ത്? എൻ്റെ രാഗിണിയെ എനിക്ക് കിട്ടിയിരിക്കുന്നു. എൻ്റെ മുഖവും. വരൂ, ഇന്നും ആഹാരം തരാതെ പറ്റിക്കാൻ നോക്കണ്ട. ഓർമ്മിപ്പിച്ചത് എത്ര നന്നായി. ഇപ്പോൾ ആഹാരം കഴിക്കാനല്ല, പ്രേമത്തെപ്പറ്റി പ്രസംഗിക്കാനാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട, ആദ്യം ആഹാരം. രാഗിണി എൻ്റെ കരം ഗ്രഹിച്ചു. അടുത്തെങ്ങും നല്ല ഹോട്ടലുകളില്ല, ഞാൻ പറഞ്ഞു. ഓ, എവിടെയെങ്കിലും കയറാം. സത്രത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. എല്ലാവരും രാഗിണിയെ നോക്കി. അവളുടെ സൗന്ദര്യം എങ്ങും ചലനമുണ്ടാക്കി. ചിലർ എന്നെയും രാഗിണിയെയും മാറി മാറി നോക്കി. എന്താണ് അവർ വിചാരിക്കുന്നത്? ഒന്നവനും തരമുള്ളൂ. ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ്, സുന്ദരിയും മൃഗവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ തുടർന്ന് കേൾക്കുവാനായി ചാനൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ എൻ്റെ അവതരണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും ബൈ.